കോഴിക്കോട് തടമ്പാട് താഴത്തെ വയോധികരായ സഹോദരിമാരെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ സഹോദരൻ പ്രേമന്റെ CCTV ദൃശ്യങ്ങൾ പുറത്ത് കരപ്പറമ്പ് ഭാഗത്തേക്ക് കൂടി സഞ്ചരിക്കുന്ന ദൃശ്യങ്ങളാണ് പോലീസിന് ലഭിച്ചത്. പ്രേമന്റെ മൊബൈൽ ഫോൺ ലൊക്കേഷൻ ഫറോക്ക് പാലത്തിന് സമീപം കണ്ടെത്തിയിട്ടുണ്ട്. വിവരങ്ങൾ നൽകിയ ദിസ്ന സുരേഷ് ചേരുന്നുണ്ട്. ദിസ്ന, ഈ വയോധികരായ സഹോദരിമാരുടെ മരണം നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, അതിൽ ദുരൂഹതയുണ്ട്. പ്രേമനെ കണ്ടെത്താനുള്ള ശ്രമം, ലുക്കൌട്ട് നോട്ടീസ് അടക്കം പുറത്തിറക്കി പ്രേമനെ കണ്ടെത്താനുള്ള ശ്രമം തുടരുന്നതിനിടെയാണ് ഇപ്പോൾ നിർണായകമായി പ്രേമന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തു വരുന്നത്. ഒപ്പം ഈ മൊബൈൽ ഫോൺ ടവർ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിൽ മൊബൈൽ ഫോൺ ലൊക്കേഷൻ ഫറോക്ക് പാലത്തിന് സമീപം ഉണ്ട് എന്നും ഇപ്പോൾ വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ടല്ലേ? തീർച്ചയായും നിഖിൽ, അവസാനമായി ഈ മൊബൈൽ ഫോൺ ലൊക്കേഷൻ കണ്ടെത്തിയത് റെയിൽവേ സ്റ്റേഷൻ സമീപത്താണ്. എന്നാൽ ഫറോക്ക് പാലത്തിന് സമീപമായാണ് ഈ ഫോണിന്റെ ലൊക്കേഷൻ ഇപ്പോൾ നിലവിൽ കണ്ടെത്തിയിട്ടുള്ളത്. പിന്നീട് എന്ത് സംഭവിച്ചു എന്നതാണ് ഇപ്പോഴും ഒരു ചോദ്യമായി തുടരുന്നത്. അതിനിടയിലാണ് ഇത്തരത്തിൽ CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നിരിക്കുന്നത്. ഈ കൊലപാതകത്തിന് ശേഷം പുലർച്ചെ ഒരു 6 മണിയോടുകൂടി കാരപ്പറമ്പ് ഭാഗത്തേക്ക് സഞ്ചരിക്കുന്ന പ്രേമന്റെ CCTV വിഷ്വലാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഫറോക്ക് പാലത്തിന് സമീപമാണ് അവസാനമായി മൊബൈൽ ഫോൺ ലൊക്കേഷൻ കണ്ടെത്തിയിരിക്കുന്നത്. പിന്നീട് മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ആയി എന്നത് തന്നെയാണ് നമുക്ക് അനുമാനിക്കാൻ സാധിക്കുന്നത്. എന്തായാലും പ്രേമന് വേണ്ടിയുള്ള തിരച്ചിൽ ഊർജിതമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. തീർത്ഥാടന കേന്ദ്രങ്ങളിലാണ് അന്വേഷണം വ്യാപിച്ചിട്ടുള്ളത്. ഈ ഗുരുവായൂർ തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെ തന്നെ ഇന്നലെ തന്നെ തിരച്ചിൽ നടത്തിയിരിക്കുന്നു. ഫറോക്ക് ഭാഗങ്ങളിലും തിരൂർ കേന്ദ്രീകരിച്ചും പോലീസ് അന്വേഷണം നടത്തുന്നു. ഇതിൽ പ്രധാനമായും എടുത്തു പറയേണ്ടത് ഈ 2 സഹോദരിമാരെയും വെള്ള പുതപ്പിച്ച് പൊതുദർശനത്തിന് കിടത്തിയിരിക്കുന്നത് പോലെയാണ് പ്രേമൻ ഈ കൊലപാതകത്തിന് ശേഷം ഇവരെ കിടത്തിയത് എന്ന് തന്നെയാണ് ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത്. അതായത് പിന്നീട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നപ്പോൾ കണ്ടിരുന്നു കൊലപാതകമാണ്, കഴുത്ത് ഞെരിച്ച് ശ്വാസം മുട്ടിച്ച് കൊന്നതാണ് എന്നത് റിപ്പോർട്ടിലും വ്യക്തമാണ്. എന്തിനാണ് ഇത്തരത്തിലുള്ള ഒരു കൊലപാതകം നടത്തിയത് എന്ന് മാത്രമാണ് ഇനി അറിയേണ്ടത്. അതറിയണമെങ്കിൽ കൃത്യമായി പ്രേമനെ കണ്ടെത്താൻ കഴിയണം എന്ന് തന്നെയാണ് നമുക്കറിയാൻ സാധിച്ചിരിക്കുന്നത്. കൊലപാതകത്തിന് ശേഷം പ്രേമൻ രക്ഷപ്പെടുന്നു. അതുകൊണ്ട് തന്നെ ഇതൊരു ആസൂത്രിതമായി നടത്തിയ കൊലപാതകമാണ് എന്നൊരു പ്രാഥമിക നിഗമനത്തിലേക്ക് പോലീസ് എത്തിക്കഴിഞ്ഞു. ഫറോക്ക് പാലത്തിന് സമീപമാണ് അവസാനമായി പ്രേമന്റെ ഫോൺ ലൊക്കേഷൻ ഇപ്പോൾ പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. എന്തായാലും ലുക്കൌട്ട് നോട്ടീസ് പുറത്തിറക്കി, നേരത്തെ നിഖിൽ സൂചിപ്പിച്ചതുപോലെ ലുക്കൌട്ട് നോട്ടീസ് പുറത്തിറക്കി വ്യാപകമായ തിരച്ചിൽ നടത്തുകയാണ്. അന്യ സംസ്ഥാനങ്ങളിലേക്ക് കടന്നു കളഞ്ഞിട്ടുണ്ടോ എന്നൊരു സംശയവും പോലീസിലുണ്ട്. എന്തായാലും വലിയ രീതിയിൽ ഊർജിതമായ അന്വേഷണം നടക്കുകയാണ് നിഖിൽ. ശരി ദിസ്ന, കോഴിക്കോട് തടമ്പാട്ട് താഴത്തെ വയോധികരായ സഹോദരിമാരെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ സഹോദരൻ പ്രേമന്റെ CCTV ദൃശ്യങ്ങൾ പുറത്ത് വന്നിട്ടുണ്ട്. കാരപ്പുറം ഭാഗത്തുകൂടി സഞ്ചരിക്കുന്ന ദൃശ്യങ്ങളാണ് പോലീസിന് ലഭിച്ചത്. നേരത്തെ പ്രേമന് വേണ്ടി ലുക്കൌട്ട് നോട്ടീസ് അടക്കം പുറപ്പെടുവിച്ചുള്ള വിശദമായ അന്വേഷണം പോലീസിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. എന്നാൽ യാതൊരുവിധ സൂചനകളും ലഭിച്ചിരുന്നില്ല. ഒപ്പം തന്നെ ഇതര സംസ്ഥാനത്തേക്ക് പ്രേമൻ കടന്നോ എന്ന തരത്തിലുള്ള അന്വേഷണവും എന്തായാലും നടത്തുന്നുണ്ടായിരുന്നു. ഇപ്പോൾ നിർണായകമായി തന്നെയാണ് CCTV ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചത്. ഒപ്പം പ്രേമൻ്റെ മൊബൈൽ ഫോൺ ലൊക്കേഷൻ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം പുരോഗമിച്ചു. അതിനാണ് ലൊക്കേഷൻ ഫറോക്ക് പാലത്തിന് സമീപം ഉണ്ട്, ഈ ലൊക്കേഷൻ അതിന് സമീപമാണ് എന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. ഇത് അന്വേഷണത്തെ വലിയ രീതിയിൽ സഹായിക്കും. ഇനി അറിയേണ്ടത് ഈ ഒരു കൊലപാതകത്തിലെ ദുരൂഹത, എന്തിനു വേണ്ടി ഇവരെ കൊന്നു, കൊലപാതകം നടത്തി എന്നുള്ളതാണ്. മരണം ഇതിലെന്ത് ദുരൂഹതയാണ് ഇനി അറിയാനുള്ളത്. എന്തായാലും വിശദമായ അന്വേഷണം, അതിൻ്റെ അപ്ഡേറ്റുകളൊക്കെ വരുന്ന മണിക്കൂറുകളിലൊക്കെ നമുക്ക് ലഭ്യമാകുമ്പോൾ വിവരം നൽകുകയായിരുന്നു കോഴിക്കോട് നിന്ന് ദിസ്ന സുരേഷ്.